സ്വയം യാഗമായി തീരുവാൻ വിണ്ണിൽ നിന്ന് മണ്ണിൽ പിറന്ന പൈതലാണ് യേശുക്രിസ്തു. സുവ്യക്തമായ തത്വസംഹിതമായി എത്തിയ രക്ഷകൻ. വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും മതിലുകൾ തകർത്ത് സ്നേഹത്തിന്റെയും കരുതലിന്റെയും അടിസ്ഥാനത്തിൽ മാനവലോകത്തെ ഒന്നിപ്പാനെത്തിയ ചരിത്രത്തിലെ ഒരേ ഒരു നായകൻ. എന്നാൽ രാജകൊട്ടാരങ്ങളൊന്നും അവന് പെറുക്കുവാൻ ഇടം നൽകിയില്ല. ഭൂമിയിലെ ഗാനാലപകർ ഒന്നും അവന്റെ ജനനത്തിന് താരാട്ട് പാടിയില്ല. ആ രക്ഷകന്റെ തിരുജനനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ഇമ്മാനുവേൽ മാർത്തോമ ഇടവക അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരം. മേദിനിയിൽ പേറുന്ന യഹൂദ രാജാവ് എവിടെ? കഥ സംവിധാനം റവറൻ നോബിൾ മേലേത്ത് മാത്യു. രചന ഡോക്ടർ രാജേഷ് കുര്യാക്കോസ്. ഈ നാടകത്തിൽ പങ്കെടുക്കുന്നവരും അവരുടെ കഥാപാത്രങ്ങളും. ബോവാസായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ബിജോ എം തമ്പി. ഹായുമായി റോണിൻ എബ്രഹാമും, യോസേഫായി ഷോൺ സി വിൽസണും, മറിയയായി അക്സ ഷോണും എത്തുന്നു. കൂട്ടുകുടുംബമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ജോബി സാമുവൽ, ഷെറി ജോബി, ജോനത്തൻ, ജോഷുവ, നെയ്തൻ, അനായ, നോവ, നവോമി. മന്ത്രവാദിനിയായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ഷൈനി ജോൺ. പുരോഹിതന്റെ വേഷം ചെയ്യുന്നത് പി എം കുര്യാക്കോസ്. പ്രമാണിമാരായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ജോൺ പി ജോർജ്, സിബിൻ ജോർജ് മാത്യൂസ്, പോൾബിൻ ബെന്നി. വജ്രവ്യാപാരിയും കൂട്ടരുടെയും വേഷമിടുന്നത് ജോർജ് വർഗീസ്, റോഷൻ ജോസഫ് ജോൺ, ജോൺ സി തോമസ്, ആശിഷ് ഉമ്മൻ. ആട്ടിടയരായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു ആരൺ വർഗീസ്, ഏബൽ സക്രിയ. റെനിമോൾ ബിജോ ബാല്യക്കാരിത്യായി നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ വിദ്വാൻമാരായി രാജേഷ് കുര്യാക്കോസ്, ബിജോ തോമസ്, ഡേവിഡ് സി ഐ എന്നിവരെത്തുന്നു. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണത്തലവനായിരുന്ന ഒഗസ്തസ് കൈസറുടെ വാഴ്ചയുടെ കാലത്ത് യഹൂദിയ ദേശത്തിന്റെ രാജാവായി നിയമിതനായിരുന്നത് ഹെരോദ രാജാവായിരുന്നു. പലസ്തീൻ നാട്ടിൽ നിന്നും ഇസ്രായേൽ ജനത വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും യെരുശലേം ദേവാലയം സന്ദർശിക്കുന്നത് പതിവായിരുന്നു. യെരുശലേമിലേക്കുള്ള യാത്രാമധ്യേ അവർ തമ്പടിച്ചിരുന്നത് ബേത്ലഹേം പട്ടണത്തിലായിരുന്നു. കാർഷിക വാണിജ്യ തീർത്ഥാടന മേഖലകളിൽ ഏറെ അറിയപ്പെട്ടിരുന്ന പട്ടണമായതിനാൽ ധാരാളം വ്യാപാരികളും കച്ചവടക്കണ്ണോടുകൂടി ബേത്ലഹേം പട്ടണത്തിലെത്തുന്നത് പതിവായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ പട്ടണത്തെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിന്റെ ഭാര്യ റാഹേലിനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമായിട്ടാണ്. തിരുവെഴുത്തുകളിലെ ഒട്ടുമിക്ക പുസ്തകങ്ങളിലും ഈ പട്ടണത്തെപ്പറ്റി പരാമർശിക്കപ്പെടുന്നുണ്ട്. ദാവീദ് രാജാവിന്റെ ജന്മദേശമായതിനാലും ശമൂവേൽ പ്രവാചകനാൽ ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമായതിനാലും ഈ പട്ടണം ഏറെ പുകഴ്പെറ്റതാണ്. വാണിജ്യ പ്രാധാന്യമുള്ള നഗരമായതിനാൽ കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും ബേത്ലഹേം പട്ടണത്തിൽ നിത്യ സന്ദർശകരായിരുന്നു. അതിനാൽ തന്നെ ഈ പട്ടണത്തിലെത്തുന്ന സഞ്ചാരികൾ തട്ടിപ്പുകാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും രക്ഷപ്പെടുവാൻ രാത്രി കാലങ്ങളിൽ വഴിയമ്പലങ്ങളെ അഭയം പ്രാപിച്ചിരുന്നു. അങ്ങനെ വഴിയമ്പലങ്ങൾ ബേത്ലഹേം പട്ടണത്തിന്റെ പ്രധാന അഭയകേന്ദ്രമായി മാറ്റപ്പെട്ടു. ഈ സന്ധ്യയിൽ ബേത്ലഹേം പട്ടണത്തിലെ ഒരു വഴിയമ്പലത്തിന്റെ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്തതാണ് ഈ വഴിയമ്പലം. ഇതിലെ മുറികളൊക്കെ ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ട് എത്ര കാലമായി. ഈ പ്രദേശത്തെ ഏറ്റവും മെച്ചപ്പെട്ട വഴിയമ്പലമാണിത്. എല്ലാവിധ സൗകര്യങ്ങളും ഞാനിവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ആളുകൾ മാത്രം വരുന്നില്ല. അതെങ്ങനെ?
ഇവിടെ എനിക്കൊരു ദാസനുണ്ട്. പട്ടണത്തിൽ പോയി സഞ്ചാരികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരേണ്ടത് അവനല്ലേ? ഇവനെയൊക്കെ വെച്ച് ഞാൻ ഇതെങ്ങനെ നടത്തിക്കൊണ്ടുപോകും? മുതലാളി മുതലാളി, അയ്യോ, ഹോ, നിന്റെ ധൃതി ഒന്ന് നിർത്ത്. നിന്നെ കൊണ്ട് ഞാൻ മടുത്തു. ഓ മുതലാളി, ഇത് കണ്ടോ? മുതലാളിയുടെ കൂട്ടുകാരൻ അംശുമാനെ ഏൽപ്പിച്ചതാണ്. എന്താണ് മുതലാളി ഇത്? വേഗം ഒന്ന് തുറന്ന് വായിക്കണ്ടേ മുതലാളി? നീ ഒന്ന് പിടയ്ക്കാതിരിക്കെ, ഞാനൊന്ന് നോക്കട്ടെ. ഹേ, നമ്മൾ കോളടിച്ചടാ. നത്താലി ദേശത്തെ ഒരു പ്രമുഖ വജ്ര വ്യാപാരി നമ്മുടെ വലിയമ്പലത്തിൽ താമസിക്കാൻ വരുന്നെന്ന്. നീ ചെന്ന് പടിഞ്ഞാറ നിലയിലുള്ള ആ പുതുക്കിപ്പെടുന്ന മുറി വേഗം ഒരുക്കിയിട്. പടിഞ്ഞാറൻ നിലയിലുള്ള പുതുക്കിപ്പണത മുറിയോ? ഈ മുതലാളിക്ക് എന്നാ വട്ടായോ? ഹേ, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? എന്റെ മുതലാളി, ആ മുറിയല്ലേ യെരുശലേം ദേവാലയത്തിലെ ഗമാലിയൻ പുരോഹിതന് എല്ലാ വർഷവും നമ്മൾ കൊടുക്കുന്നത്. ആ മുറി അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ്. ഈ വർഷവും അദ്ദേഹം വരുമ്പോൾ ആ മുറി തന്നെ നമ്മൾ കൊടുക്കേണ്ടേ? ഗമാലിയൻ പുരോഹിതനെ പറ്റി മുതലാളിയോട് ഞാൻ പറയേണ്ടതില്ലല്ലോ. വലിയ ദേശക്കാരനും കർക്കശക്കാരനാവണം അദ്ദേഹം. എടാ മണ്ട, അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഈ പ്രാവശ്യം ആ മുറിക്ക് പകരം ഒട്ടകലായത്തിന്റെ അരികിലുള്ള മുറി തന്നെ നമുക്ക് കൊടുക്കാം. ഏത് മുറി? ലായത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന ആ മുറിയോ? നീ ചെന്ന് കുറച്ച് ഊത് മാത്രം എടുത്ത് പുകച്ച് ആ മുറി ഒന്ന് ശരിയാക്കൂ. നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ആ മുറിയുടെ ലായത്തിലേക്കുള്ള ജനലുകൾ അടച്ചിടണം. പിന്നെ ദുർഗന്ധമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും മുതലാളിക്ക് എന്ത് പുരോഹിതൻ, എന്ത് ദുർഗന്ധം. ആരെ കുപ്പിയിലിറക്കിയാലും കയ്യിൽ കുറച്ച് പണം തടയണം, അത്ര തന്നെ. അതേടാ, ഞാൻ പുണ്യം കിട്ടാനൊന്നുമല്ല ഈ വഴിയമ്പലം നടത്തുന്നത്. കയ്യിൽ 10 കാശ് തടയണം. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ കഴിയുമ്പോൾ ഈ വഴിയമ്പലം നന്നായിട്ടൊന്ന് വിപുലീകരിക്കണം. അതിന് പറ്റിയൊരു ഇരയാണ് കയ്യിൽ വന്ന് ചാടാൻ പോകുന്നത്. നോക്കിയും കണ്ടും നിന്നാൽ നിനക്കും അതിന്റെ പ്രയോജനം കിട്ടും. എന്നാൽ ശരി മുതലാളി, എല്ലാം മുതലാളിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അല്ലാതെ ഞാനെന്ത് പറയാൻ? നീ വേഗം ചെന്ന് കാര്യങ്ങൾ ക്രമീകരിക്കൂ. വർത്തമാനം പറഞ്ഞ സമയം കളയാനില്ല. ശരി മുതലാളി, എല്ലാം ഞാൻ ഏറ്റു. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ കഴിയുമ്പോഴെങ്കിലും മുതലാളിയുടെ ഈ ദാരിദ്ര്യം പറച്ചിലൊന്ന് തീർന്നാൽ മതിയായിരുന്നു. അയ്യോ, ഓ, നീക്ക് വന്നേ. കഴിഞ്ഞ പ്രാവശ്യം നെബുലീൻ ദേശത്ത് വന്ന സ്വർണ്ണ വ്യാപാരി നീ കാണിച്ചു വെച്ച മണ്ടത്തരം കാരണം ഈ സത്രം വിട്ട് ഓടിപ്പോയത് നിനക്ക് ഓർമ്മയില്ലേ? ഈ പ്രാവശ്യമെങ്കിലും നീ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യണേ. ആദ്യം നിന്റെ ധൃതിയിലുള്ള പരക്കം പാച്ചിലൊന്ന് നിർത്ത്. അപ്പോൾ തന്നെ പകുതി കാര്യങ്ങൾ ശരിയാകും. മുതലാളി നോക്കിക്കോ, ഈ പ്രാവശ്യം ഞാനൊരു കലക്കും. പക്ഷേ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്താൽ മുതലാളി എനിക്ക് നല്ലൊരു കുപ്പായം വാങ്ങിത്തരുമോ? എടാ ഹായിമേ, നീ ഈ പ്രാവശ്യം കാര്യങ്ങൾ ഭംഗിയായി ചെയ്താൽ നിനക്ക് കുപ്പായമല്ല, ഒരു സ്വർണ്ണ മോതിരം തന്നെ ഞാൻ വാങ്ങി തരും. സ്വർണ്ണ മോതിരമോ? ശരി മുതലാളി, എല്ലാം പറഞ്ഞതുപോലെ. ഈ പ്രാവശ്യം മുതലാളിനെ ചീത്ത വിളിക്കാൻ ഞാൻ ഇടയാക്കില്ല. നടന്നത് തന്നെ. ഇവരെ കൊണ്ട് ഞാൻ മടുത്തു. അവന് സ്വർണ്ണമോതിരം കിട്ടിയില്ലെങ്കിലും എന്റെ കയ്യിൽ നല്ല പട കിട്ടാതിരുന്നാ മതിയായിരുന്നു. മുതലാളിയുടെ സമയം തെളിഞ്ഞെന്നാ തോന്നുന്നു. ഈ വഴിയമ്പലം ഉണ്ടായിട്ട് ഇന്ന് വരെ സംഭവിക്കാത്തൊരു മഹാകാര്യം നടക്കാൻ പോകുന്നു. അതെന്താടാ ഇതുവരെ സംഭവിക്കാത്ത ഒരു പുതിയ കാര്യം? ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും താമസിക്കാൻ കുറച്ചു നാളത്തേക്ക് ഒരു മുറി വേണമെന്ന്. അതാണ് ഇതുവരെ സംഭവിക്കാത്ത ഒരു മഹാകാര്യം. എത്രയോ പേര് കുടുംബമായി ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അതിലെന്താ ഒരു പുതിയ കാര്യം? എന്റെ പൊന്നു മുതലാളി, ഇത് അങ്ങനെയുള്ളൊരു ഭാര്യയും ഭർത്താവുമല്ല. ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ഇവർക്ക് മനസമാധാനത്തോടെ പ്രസവിക്കാൻ ഒരു സ്ഥലം വേണമെന്ന്. അപ്പോൾ പ്രസവവും
പ്രസവാനന്തര ശുശ്രൂഷയും എല്ലാം കൂടെ ഒരു 1.5 മാസക്കാലത്തെ പരിപാടിയാണ്. അത്രയും നാളത്തെ വാടക മുതലാളിക്ക് കിട്ടും. മാത്രവുമല്ല, ഈ വഴിയമ്പലത്തിൽ ഒരു കന്നിപ്രസവം നടക്കുമല്ലോ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? വാടക്കടാ, ഇവിടെ പ്രസവിക്കാനോ? നല്ല കാര്യമായി. കൊച്ചിന്റെ കരച്ചിലും ബഹളുമായി ഇവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇവിടെ താമസിക്കാൻ വരുന്നത് ഒരു പുരോഹിതനും ഒരു വജ്ര വ്യാപാരിയുമാണ്. അത് നീ മറക്കണ്ട. അവർക്ക് വേണ്ടത് സമാധാനവും സ്വസ്ഥതയുമാണ്. ഇവിടെ പ്രസവിക്കാൻ അവർക്ക് മുറി കൊടുത്താൽ പിന്നെ ശബ്ദകോലാഹലം കൊണ്ട് നമ്മളെല്ലാം പൊറുതി മുട്ടും. അയ്യോ യജമാനെ, അങ്ങനെ പറയരുത്. ഞങ്ങളൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. പലയിടത്തും ഒരു മുറിക്ക് വേണ്ടി ഞങ്ങൾ അലഞ്ഞു, പക്ഷെ ആരും ഞങ്ങളെ സഹായിച്ചില്ല. യജമാനും കൂടെ ഞങ്ങളെ കൈവിടലേ ഒരു അപേക്ഷയാണ്. യജമാനെ, ഞങ്ങളുടെ കരുണയുണ്ടാകണം. ഇനി എനിക്കൊരു അടി പോലും നടക്കാൻ വയ്യ. ദേഹവും തളരുന്നു. ഞങ്ങളുടെ അല്പതയെ കാണിക്കണം. ഞങ്ങളുടെ താമസത്തിനുള്ള പണം എത്ര ആയാലും പോകുന്നതിന് മുമ്പ് ഞങ്ങൾ എങ്ങനെയെങ്കിലും തന്നുകൊള്ളാം. ഓഹോ, അപ്പോ പണം ഇപ്പോ കയ്യിലില്ല അല്ലേ? ഇതെന്താ ധർമ്മസ്ഥാപനമോ? താമസിക്കാൻ മുറി തന്നാൽ കൃത്യമായി വാടകയുമില്ല. പോരാത്തതിന് കൊച്ചിന്റെ കരച്ചിലും ബഹളവും വേറെ. മുതലാളി, ഈ പാവോട് അല്പം കരുണ കാണിക്കും മുതലാളി. ഒന്നുമില്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിനല്ലേ? മുതലാളിക്ക് പുണ്യവും കിട്ടും. വിളിച്ചോണ്ട് പോടാ വെറ്റകളെ. പുണ്യം കിട്ടുപോലും പുണ്യം. എനിക്ക് പുണ്യവും വേണ്ട, നന്മയും വേണ്ട. എനിക്ക് വേണ്ടത് പണമാണ്. പണം വരാനുള്ള മാർഗം തുറന്നു കിട്ടുമ്പോൾ നീ അത് തല്ലിക്കിടത്താൻ നോക്കുന്നു. വേഗം വരെ കൊണ്ട് സ്ഥലം കാലിയാക്ക്. ഇവനത് എവിടെ പോയി? കുറേ നേരമായല്ലോ. മുതലാളി നോക്കൂ, ഒരു വലിയ കുടുംബത്തിലെ ആളുകൾ താമസിക്കാൻ വന്നിരിക്കുന്നു. ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു 3-4 മുറികൾ വേണമെന്ന്. നീ ഇങ്ങ് വന്നേ. ഇതിലെല്ലാം കുട്ടികളാണല്ലോടാ. അതുകൊണ്ടെന്താ മുതലാളി, ഇവരോട് വർത്തമാനം പറഞ്ഞിരുന്നാൽ നമുക്കൊരു നേരം പോക്കുമാകുമല്ലോ. നിർത്തടാ. ഈ കുട്ടികളുടെ ഒച്ചയും ബഹളവും കാരണം ഇവിടെ താമസിക്കാൻ വരുന്ന പുരോഹിതനും വജ്ര വ്യാപാരിക്കും അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ആ കാരണവും പറഞ്ഞ് അവർ ഇവിടുന്ന് പോയാൽ എൻ്റെ എല്ലാ പദ്ധതികളും പൊളിയും. അതുകൊണ്ട് നീ ഇവരെയും കൂട്ടി വേഗം എങ്ങോട്ടെങ്കിലും പോക്കൂ. അപ്പോൾ മുതലാളി, ആർക്കാണ് ഈ മുറികൾ വാടക കൊടുക്കാൻ വെച്ചിരിക്കുന്നത്? വൃത്തിയും വെടിപ്പും ശാന്തിയും സമാധാനവും ഇഷ്ടപ്പെടുന്ന പ്രശ്നക്കാരല്ലാത്ത നല്ല പണക്കാരായ ഉന്നത കുലജാതന്മാർക്ക് മാത്രമേ എന്റെ വഴിയമ്പലത്തിലെ മുറികൾ ഞാൻ കൊടുക്കൂ. ഇപ്പോഴെങ്കിലും മുതലാളിയുടെ മനസ്സ് തുറന്നത് കാര്യമായി. ഇനിയിപ്പോ ഉന്നത കുല ജാതന്മാരെ മാത്രം നോക്കിയാൽ മതിയല്ലോ. എന്നാൽ ഞാൻ പട്ടണത്തിൽ പോയി ഏതെങ്കിലും ഉന്നത കുല ജാതന്മാരുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം മുതലാളി. അപ്പോൾ ഇവരുടെ കാര്യമോ? അതെനിക്കറിയത്തില്ല. നീ എന്തു വന്നു വെച്ചാ ചെയ്യ. ഡോ, നിങ്ങളല്ലേ പറഞ്ഞത് നിന്റെ മുതലാളി കരുണയുള്ളവനാന്ന്, ഇവിടെ ധാരാളം മുറികൾ ഒഴിവുണ്ടെന്നും. ഇപ്പൊ എന്തായി? മുറി തരാമെന്ന് പറഞ്ഞ് കളിപ്പിക്കുന്നോ ഞങ്ങളെ? ചേട്ടാ, ഇതൊന്നും കാര്യമാക്കണ്ട. ഇന്ന് മുതലാളിയുടെ ബുദ്ധിക്ക് എന്തോ തകരാറ് സംഭവിച്ചു. ഇതിനേക്കാളും നല്ല മുറികൾ കുറഞ്ഞ പൈസക്ക് ഞാൻ ശരിയാക്കി തരാം. ചേട്ടൻ ചൂടാവാതെ എൻ്റെ കൂടെ വന്നാൽ മതി. ഇനിയും ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചാ ഉണ്ടല്ലോ, എന്റെ കൈയുടെ ചൂട് നീ അറിയും കേട്ടോ. ഒന്ന് സമാധാനിക്കേണ്ട പൊന്നെ ചേട്ടാ, എൻ്റെ കൂടെ വാ. ബാക്കി എല്ലാം എനിക്ക് വിട്ടേക്ക്. ശരി ശരി. ഭാവി, ഭൂതം, വർത്തമാനം, മാന്ത്രിക തകിട്, മാന്ത്രിക ഏലസ്, മാന്ത്രിക ചരട്, ബാധയൊഴിപ്പിക്കൽ, ബാധയെ പിടിച്ചുകെട്ടൽ, മന്ത്രവാദം, ഇതെല്ലാം ഈ ഹുൽദയുടെ കൈകളിൽ ഭദ്രം. ഓ, നിങ്ങൾ ഭയങ്കര സംഭവമാണല്ലോ. എങ്കിൽ നിങ്ങൾക്ക് എന്റെ ഭാവി കാര്യങ്ങളൊന്ന് പ്രവചിച്ചു പറയാൻ പറ്റുമോ? ഭാവി മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ സകലതും ഈ ഹുൽദയുടെ വിരൽ തുമ്പിൽ കിടന്ന് കറങ്ങും. എന്നാൽ എന്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒന്ന് പ്രവചിച്ചു പറയാമോ? എന്നാൽ നിങ്ങൾ അവകാശപ്പെടുന്നതൊക്കെ സത്യമാണെന്ന് പരീക്ഷിക്കാമല്ലോ. എങ്കിൽ കേട്ടോളൂ.
മുതലാളി ഇപ്പോൾ ദുഃഖിതനാണ്. പണമാണ് താങ്കളെ വിഷമിപ്പിക്കുന്ന ഏക പ്രശ്നം. ഈ വഴിയമ്പലത്തിലെ മുറികൾ ഒഴിഞ്ഞുകിടക്കുന്നതാണ് താങ്കളെ ഏറെ ചിന്താകുലനാക്കുന്നത്. വളരെ ശരിയാണ്. ഇവിടെ എനിക്കൊരു ദാസനുണ്ട്. അവനാണ് പട്ടണത്തിൽ പോയി ആളുകളെ കൂട്ടിക്കൊണ്ടു വരേണ്ടത്. പക്ഷേ അവന്റെ മണ്ടത്തരങ്ങൾ കാരണം ആരും ഇങ്ങോട്ട് വരാറില്ല. അഥവാ ആരെങ്കിലും കൂട്ടിക്കൊണ്ടു വന്നാലോ കാൽ കാശിന് പ്രയോജനമില്ലാത്തവരെ അവൻ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ മാന്ത്രിക പുസ്തകത്തിലുണ്ട്. ഇവിടുത്തെ എല്ലാ കുഴപ്പങ്ങൾക്കും പരിഹാരം കണ്ടിട്ടേ ഹുൽദ ഇവിടം വിട്ടു പോകൂ. പക്ഷേ ഞാനിപ്പോൾ വന്നത് ഈ വഴിയമ്പലത്തെ പറ്റി ഞാൻ കണ്ട ഒരു വെളിപാട് പറയാനാണ്. വെളിപ്പാടോ? എന്റെ വഴിയമ്പലത്തെ കുറിച്ചോ? എന്നാ പറ, കേൾക്കട്ടെ. പ്രവചനങ്ങൾ ഒന്നും ചുമ്മാ പറയാൻ പറ്റത്തില്ല. ഈ വഴിയമ്പലം ഒരു കൊട്ടാരമായി തീരാൻ പോകുന്നു. കൊട്ടാരമോ? എങ്ങനെ? അതെങ്ങനെ സംഭവിക്കും? ഒന്നടങ്ങും മുതലാളി, എല്ലാം ഞാൻ വിശദമായി പറഞ്ഞു തരാം. പക്ഷേ കാശർക്ക് മുതലാളി. ഇവിടെ ഒരു രാജകുമാരൻ ജനിക്കാൻ പോകുന്നതായി എനിക്കൊരു വെളിപാട് കിട്ടി. രാജകുമാരനോ? ഈ വഴിയമ്പലത്തിലോ? കൊട്ടാരത്തിലെ സൗകര്യങ്ങൾ വിട്ടിട്ട് ഈ വഴിയമ്പലത്തിൽ വന്ന് പ്രസവിക്കാൻ വട്ടുണ്ടോ? ഇത് നല്ല തമാശയാണല്ലോ. ആർക്കുന്നതിന് മുമ്പേ പിടിക്കല്ലേ മുതലാളി. ഇതുവരെ തന്ന കാശിന് ഇത്രയൊക്കെയേ പറയാനൊക്കത്തുള്ളൂ. ഇനിയും കാര്യങ്ങൾ വിശദമാക്കണമെങ്കിൽ കുറച്ചുകൂടെ പണം തരേണ്ടി വരും. മുതലാളി, എന്തുവാടാ? മുതലാളി, ഇതാ പുരോഹിതൻ വന്ന് പുറത്തു നിൽക്കുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരും. ആര്? ഗമാലിയൽ പുരോഹിതനോ? അയ്യോ, എല്ലാം കുഴപ്പത്തിലായല്ലോ. എന്നാൽ മന്ത്രവാദിനി പോയിട്ട് പിന്നെ വാ. ഞാനിപ്പോ അല്പം തിരക്കില്ല. ആരാണിത്? കണ്ടിട്ട് ഒരു മന്ത്രവാദിനെ പോലെ ഉണ്ടല്ലോ. ഭാവി, ഭൂതം, വർത്തമാനം, മാന്ത്രിക തകിട്, മാന്ത്രിക ഏലസ്, മാന്ത്രിക ചരട്. നിർത്ത്. എന്താണിത്? നിങ്ങൾക്കൊക്കെ എന്താണ് പറ്റിയത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? റബ്ബി, ഒന്നും തോന്നരുത്. ഇവൾ ഒരു നാടോടി വഴിയാത്രക്കാരിയാണ്. യാത്ര മധ്യേ ഇവിടെ എന്തെങ്കിലും മന്ത്രവാദത്തിനുള്ള സൗകര്യം ഉണ്ടോ എന്ന് നോക്കിയതാണ്. ഞാൻ അവരെ പറഞ്ഞുവിടാൻ നോക്കുമ്പോഴാണ് റബ്ബി വന്നത്. കടക്കു പുറത്ത്. പുരോഹിതനെ തൊട്ട് അശുദ്ധമാക്കാതെ വേഗ സ്ഥലം കാലിയാക്ക്. ഒരു പുരോഹിതൻ താമസിക്കുന്ന സ്ഥലത്ത് മന്ത്രവാദവും ആഭിചാരവും കൊള്ളാം. നല്ല കഥയായി. ഓ, ഒരു പുരോഹിതൻ വന്നിരിക്കുന്നു. ഞങ്ങളെ പോലെയുള്ള പാവങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത ആളാണോ ഈ പുരോഹിതൻ? റബി, വന്നാട്ടെ. ഞങ്ങൾ അങ്ങേ കാത്തിരിക്കുകയായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങേക്കൊരു പുതിയ മുറിയാണ് ഒരുക്കിയിരിക്കുന്നത്. പുതിയ മുറിയോ? കാലകാലങ്ങളായി ഞാൻ താമസിക്കുന്ന എൻ്റെ ആ പഴയ മുറി എന്തിനാണ് മാറ്റിയത്? അല്ല, ഇവിടെ എന്താണ് പതിവില്ലാതെ ഊതിൻ്റെ അത്തറിൻ്റെ ഒക്കെ ഒരു മണം? അത് റബി, ഞങ്ങൾ ഇവിടെ കുറച്ച് പുതിയ മുറികൾ കൂടി പണിതു. അപ്പോൾ എന്തൊക്കെയോ മനം മടിപ്പിക്കുന്ന ദുർഗന്ധം ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറാൻ പുകച്ചതാണ് ഈ ഊതുമത്തറും. ശരി. ഇവിടെ ഒന്നും പഴയതുപോലല്ലോ. എല്ലാം മാറിയിരിക്കുന്നു. വേണ്ട റബ്ബി, ആ പെട്ടിയും സാധനങ്ങളെല്ലാം അവിടെ വെച്ചോളൂ. എല്ലാം ഞാൻ മുറിയിൽ എത്തിച്ചു തരാം. റബ്ബി നടന്നാലും. ശരി. അല്ല മുതലാളി, അതാരാ ഇവിടെ ജനിക്കാൻ പോകുന്ന മന്ത്രവാദിനെ പറഞ്ഞ ആ പുതിയ രാജകുമാരൻ? എനിക്കറിയില്ല. മന്ത്രവാദിനിയുടെ കിളി പോയെന്നാ തോന്നുന്നത്. ഇവിടെയുള്ള രാജാക്കന്മാരെ കൊണ്ട് നമ്മൾ പൊറുതിമുട്ടിരിക്കുകയാണ്. ഇനി ആരാണാവോ ഇവിടെ ജനിക്കാൻ പോകുന്ന ഒരു പുതിയ രാജകുമാരൻ? എന്തെങ്കിലും ആകട്ടെ മുതലാളി.
പുതിയ രാജാവെങ്കിൽ പുതിയ രാജാവ്. ആരൊക്കെ വന്നാലും കോരന് കുമ്പിളിൽ തന്നെയാ കഞ്ഞി. അല്ല മുതലാളി, ഞാൻ പട്ടണത്തിൽ വെച്ച് പറഞ്ഞുറപ്പിച്ച 3 യുവ ഓമളന്മാർ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. എവിടെ അവർ? ആ, പറഞ്ഞ നാക്ക് വായിലിട്ടില്ല. അതിനു മുമ്പേ ദാ അവർ എത്തിയല്ലോ. വന്നാട്ടെ, ഞാൻ നിങ്ങളുടെ കാര്യം ഇപ്പോൾ മുതലാളി പറഞ്ഞതേ ഉള്ളൂ. മുതലാളി, ഇത് അർക്കലോസ് രാജാവിന്റെ മരുമകന്റെ അമ്മാവനും കൂട്ടുകാരനുമാണ്. അവർക്ക് ഇവിടെ 2 ദിവസം താമസിക്കാൻ ഒരു മുറി വേണമെന്ന്. മുതലാളിയുടെ സമയം തെളിഞ്ഞെന്നാ തോന്നുന്നത്. ഈയിടെയായി എല്ലാ രാജാക്കന്മാരുടെ കഥകളാണ് മുതലാളി കേൾക്കുന്നത്. ഓ, വന്നാട്ടെ വന്നാട്ടെ. നിങ്ങൾക്ക് എത്ര ദിവസത്തേക്കാണ് മുറി വേണ്ടത്? ഞങ്ങൾക്ക് കുറഞ്ഞത് 2 ദിവസമെങ്കിലും വേണം. എന്തിനാ 2 ദിവസമാക്കുന്നത്? നിങ്ങൾക്ക് എത്ര ദിവസം വേണേലും ഇവിടെ താമസിക്കാം. നിങ്ങളുടെ സ്വന്തം വീട് പോലെ നിങ്ങൾക്ക് ഇത് കരുതാം. ആട്ടെ, എന്താ നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം? രാജാവിന് വേണ്ടി കുറച്ച് പടക്കോപ്പുകൾ വാങ്ങണം, നാട്ടിലേക്ക് മടങ്ങണം, കൂട്ടത്തിൽ പെരുന്നാളൊന്ന് കാണണം. പടക്കോപ്പുകളോ? അതെ, യുദ്ധത്തിനായി നല്ല ഇനം വാളും പരിചയമെല്ലാം തിരഞ്ഞെടുക്കാൻ എന്നെയാണോ രാജാവ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓ, അത് കൊള്ളാമല്ലോ. അപ്പോൾ നിങ്ങൾ യുദ്ധത്തിലേക്ക് പങ്കെടുക്കാറുണ്ടോ? പങ്കെടുക്കാറുണ്ടോന്ന്? പങ്കെടുക്കുക മാത്രമല്ല, രാജാവിന് വേണ്ടി യുദ്ധതന്ത്രങ്ങൾ മെനയുന്നത് വരെ ഞാനാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന തന്ത്രങ്ങൾ വെച്ചാണ് പല യുദ്ധങ്ങളും രാജാവ് ജയിക്കുന്നത്. ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പക്ഷേ നിങ്ങളെ കണ്ടിട്ട് ഒരു പടയാളിയുടെ ലക്ഷണവും ശരീരഭാഷയും ഒന്നും ഇല്ലല്ലോ. ലക്ഷണത്തിനും ശരീരഭാഷയിലും എന്തിരിക്കുന്നു? യുദ്ധത്തിൽ ബുദ്ധിയല്ലേ വേണ്ടത്, ബുദ്ധി. ആ, ബുദ്ധിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സംഭവം ഓർമ്മ വന്നത്. എന്ത് ഓർമ്മ വന്നെന്ന്? നീ ഒന്നും മിണ്ടാതിരുന്നേ. എനിക്ക് പറയണം, ഞാൻ പറയും, പറഞ്ഞേ പറ്റൂ. നിങ്ങൾക്കറിയാമോ, പണ്ട് കിഴക്ക് ഫിലിസ്തീയ ദേശത്ത് നിന്നും ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ വന്ന മല്ലനായ അബ്രാത്ത് എന്ന ആചാനുവാഹുവായ മല്ലനെ ഒരു ചെറിയ അമ്പ് കൊണ്ട് തലയിൽ തറപ്പിച്ച് കൊന്നവനാണ് ഈ നിൽക്കുന്ന ബുദ്ധിരാക്ഷസൻ. ശരിക്കും? ആദ്യം രാജാവ് മല്ലനെ നേരിടാൻ പറ്റിയ ആളെ പ്രജകളുടെ ഇടയിൽ തിരഞ്ഞു. അവിടെ രാജാവ് നോക്കിയത് ശക്തിമാനെയല്ല, ബുദ്ധിമാനെയാണ്. അങ്ങനെ ആ നിയോഗം അവസാനം വന്നെത്തിയത് ഈ നിൽക്കുന്ന ബുദ്ധിരാക്ഷസനിലാണ്. ആ മല്ലനെ പറ്റി പറഞ്ഞാൽ ഒരു 1.5 മല്ലനാണ്. ദേ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്കിയേ. ദാണ്ടേ 6 അടി 1 ചാൺ പൊക്കം. തലയിൽ അടി കിട്ടാതിരിക്കാൻ 5000 ശേക്കൽ തൂക്കമുള്ള താമ്ര കവചം. ദേഹത്ത് ഉരുക്ക് പടച്ചട്ട. ഹോ, ഭയങ്കരമായ ആള് ആണല്ലേ? മലഞ്ചെരുവിൽ നിന്നും ഞങ്ങളെ നോക്കി മല്ലൻ ഇങ്ങനെ ആർത്തു വിളിച്ചു, നിങ്ങളിൽ ധൈര്യമുള്ളവൻ മുമ്പോട്ട് വാടാ. ഞാൻ അവന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഭക്ഷിക്കാൻ ഇട്ടു കൊടുക്കും. അയ്യോ! ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ട് വിരണ്ട രാജാവ് അപ്പൊ തന്നെ രാജാവിന്റെ പടയങ്കി ഊരി ഇങ്ങനെ ധരിപ്പിച്ചു. അപ്പോൾ അതെല്ലാം വലിച്ചെറിഞ്ഞ് ഇങ്ങനെ ചിരിച്ചും കൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ ആക്രോശിച്ചു, യുദ്ധം ജയിക്കാൻ പടയങ്കിയും ശിരസ്ത്രവും കവചങ്ങളും അല്ല വേണ്ടത്, ബുദ്ധിയാണ് വേണ്ടത്, ബുദ്ധി. ഭയങ്കരം. അവിടെ യുദ്ധം തുടങ്ങാൻ കാഹളമൂതി. അപ്പുറത്തെ മലഞ്ചെരുവിൽ മല്ലൻ, ഇപ്പുറത്തെ മലഞ്ചെരുവിൽ ഇങ്ങുന്ന്. അവിടെ മല്ലൻ, ഇവിടെ ഇങ്ങുന്ന്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ചാള അമ്പും വാൾ പയറ്റും. ഹോ, അമ്പോടമ്പ്, വാളോട് വാള്, വാള് വെച്ച് മല്ലൻ തളർന്നു. അല്ല അമ്പ ഇത് മല്ലൻ തളർന്നു. പക്ഷെ അങ്ങ് ഒട്ടും തളർന്നില്ല. ഓഹോ, ഓരോ ചുവടും ശ്രദ്ധയോടെ മുന്നേറി. വിറയ്ക്കുന്ന കൈകളിൽ വില്ലെടുത്ത് തിരിഞ്ഞു നിന്ന് ഒരമ്പെടുത്ത് ശൂന്യാകാശത്തേക്ക് വെറുതെ പായിച്ചു വിട്ടു. എന്താണ് എതിരാളിയുടെ നീക്കം എന്നറിയാതെ മല്ലൻ മുകളിലേക്ക് പൊങ്ങിപ്പോയ അമ്പിലേക്ക് നോക്കി നിന്ന്. അന്നേരം ഇങ്ങുന്ന് മറ്റൊരമ്പെടുത്ത് മല്ലന് നേരെ ഉന്നം പിടിച്ചു. അമ്പ് തൊടുത്തു. അമ്പ് ചെന്ന് പതിച്ചത് മല്ലന്റെ തലയിൽ. അരെ വാ! തലയിലോ? അല്ലല്ല, സ്വല്പം താഴെ, കഴുത്തില്. യുദ്ധം ജയിച്ച സന്തോഷത്താൽ കരഞ്ഞുകൊണ്ട് ഞങ്ങൾ മുതലാളിയെ കെട്ടിപ്പിടിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ലക്ഷണത്തിലും ശരീരഭാഷയിലും എന്തിരിക്കുന്നു. യുദ്ധം ജയിക്കാൻ വേണ്ടത് ബുദ്ധിയാണ്. ബുദ്ധി. ഓ, എന്റെ മുതലാളി ഒരു സംഭവം തന്നെ.
അതെ, യുദ്ധം ജയിച്ച സന്തോഷത്തിൽ അർക്കിലോസ് രാജാവ് അപ്പൊ തന്നെ കൈ കിടന്നൊരു സ്വർണ്ണമോതിരം ഒരു മുതലാളിക്ക് കൊടുത്തു. മുതലാളിയോ? അത് മുതലാളിയുടെ പേരെന്താന്നാ ഇവിടെ പറഞ്ഞേ? നിങ്ങൾ അർക്കിലോസ് രാജാവിന്റെ ആരാണെന്ന് പറഞ്ഞത്? അത് രാജാവിന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ അനിയന്റെ. ഹൈമേ, പിടിയിടവന്മാരെ. കള്ളന്മാർ വേഷം മാറി വന്നാൽ എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? പിടിക്കിടവന്മാരെ. വിട്ടോടാ മുതലാളി, ഒന്ന് പെതുക്കപ്പോ, എനിക്ക് ഈ ദേശത്തെ വഴിയറിയത്തില്ല. കിട്ടിയോ? ഓ, പോയി മുതലാളി, കിട്ടിയില്ല. നീ എന്നെ വഴിയാധാരമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണോടാ? എന്നെ കുത്തുവാള ഇടിപ്പിക്കാനാണോടാ നിന്റെ പരിപാടി? ഈ കള്ളന്മാരെയൊക്കെയാണോ നീ ഇവിടെ താമസിപ്പിക്കാൻ കൊണ്ടുവരുന്നത്? പുരോഹിതനും വജ്രവ്യാപാരിയും താമസിക്കുന്ന സ്ഥലമാണെന്ന ബോധം പോലും ഇല്ലല്ലോ നിനക്ക്. ഇനി എന്തെല്ലാം മണ്ടത്തരങ്ങളാടാ നിന്റെ കയ്യിലുള്ളത്? മുതലാളിക്ക് നന്മാരോടെന്ന് വിചാരിച്ച് ചെയ്യുന്നതെല്ലാം എന്താണ് ഇങ്ങനെ ചീറ്റിപ്പോകുന്നെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്കിൽ നീ അടുത്ത പ്രാവശ്യം ആ മന്ത്രവാദിനി വരുമ്പോൾ ഒരു മാന്ത്രികേലസ് വാങ്ങി കെട്ടിക്കോ. അങ്ങനെയെങ്കിലും എന്റെ സമയം ഒന്ന് തെളിയട്ടടാ. പ്രഭു, കടന്നു വന്നാലും ഞങ്ങൾ രണ്ടുപേരും അങ്ങയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. ഞാനിവിടെ ആദ്യമായിട്ടാണ് താമസിക്കാൻ വരുന്നത്. അംശുമാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വഴിയമ്പലം താമസിക്കുന്നതിനായി തിരഞ്ഞെടുത്തത്. പ്രഭു, ആ തീരുമാനം ഏറെ ഉചിതമായി. ഇവിടെ ഒന്നും കൊണ്ട് പേടിക്കേണ്ടതില്ല. ഞങ്ങൾ പുതുക്കപ്പെടുന്നൊരു മുറിയാണ് തങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ആ മുറിയിലെ ഞങ്ങളുടെ ആദ്യത്തെ അതിഥിയാണങ്ങ്. എനിക്ക് സമാധാനത്തോടും സന്തോഷത്തോടും ഈ രാത്രി ഇവിടെ കഴിയണം. എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും പരിപൂർണ സംരക്ഷണവും കിട്ടണം. പ്രഭു, ഈ വഴിയമ്പലം എൻ്റെ വല്യപ്പന്റെ കാലം മുതൽ തുടങ്ങിയതാണ്. ഇതുവരെ കള്ളന്മാരുടെയോ കൊള്ളക്കാരുടെയോ ശല്യമുള്ളതായി ആരും പറഞ്ഞു കേട്ടിട്ടില്ല. നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സാധനങ്ങളും പെട്ടിയും സുരക്ഷിതമായി വെക്കാൻ എനിക്കൊരു സ്ഥലം തരണം. എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ ശുദ്ധമായ വെള്ളവും വേണം. വന്നാട്ടെ പ്രഭു. ആദ്യം താങ്കൾക്കായി ഒരുക്കിയിരിക്കുന്ന മുറിയിലേക്ക് ചെന്നാലും വേണ്ടതെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഞാൻ തൃപ്തനാണ്. ഇനിയും അങ്ങനെ തന്നെ ആവണം. എൻ്റെ കൂടെ വന്നവർക്കുള്ള മുറികൾ കൊടുക്കൂ. തീർച്ചയായും പ്രഭു. താങ്കൾ മുറിയിലേക്ക് നടന്നാലും. മുതലാളി വേഗം വീട്ടിലേക്ക് വരണം. മുതലാളിയുടെ മകന് രോഗം കഠിനമായിരിക്കുന്നു. ദേഹം തണുത്ത് വിറങ്ങലിക്കുന്നു. എന്ത്? എന്റെ കുട്ടിക്ക് സുഖമില്ലെന്നു? നീ നടന്നോ, ഞാനിതാ വരുന്നു. ഹൈമേ, എടാ ഹൈമേ. എന്താ മുതലാളി? എനിക്ക് വീട്ടിലേക്കൊന്ന് പോകണം. മകന് സുഖമില്ലെന്ന്. എപ്പോൾ മടങ്ങി വരുമെന്ന് അറിയില്ല. അതിനാൽ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. മുതലാളി, ഒന്നും പേടിക്കണ്ട. ഞാനിവിടെ ഇല്ലേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. നീ ഇവിടെ ഉള്ളതാണ് എന്റെ പേടി. എടാ, ഞാനിത് നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ തിരികെ വരുമ്പോഴേക്കും നീ ഇത് കുട്ടിച്ചോറാക്കരുത്. എന്റെ ചോരയും നീരുമാണിത്. മുതലാളി ധൈര്യമായിട്ട് പോകണം. ഞാനുണ്ട് ഇവിടെ. ശരി. എടാ ഹൈമേ, ഞാനിവരെ പട്ടണത്തിൽ വെച്ച് കണ്ടതാണ്. പൂർണ്ണ ഗർഭിണിയായ ഇവർക്ക് പ്രസവിക്കാൻ ഒരിടം വേണം. ആരുമില്ല ഇവരെ ഒന്ന് സഹായിക്കാൻ. ഇവർ നേരത്തെ ഇവിടെ വന്നതാണ്. മുതലാളിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇവരെ പുറത്താക്കിയതാണ്. പുറത്താക്കുകയോ? നിന്റെ മുതലാളിക്ക് കണ്ണിച്ചോരയില്ലേ? പണമല്ലേ നിന്റെ മുതലാളിയുടെ പ്രശ്നം? ഇതാ മുതലാളി എനിക്ക് തന്ന പണം, ഇത് നീ എടുത്തോ. പക്ഷേ ഇവർക്ക് തലചായ്ക്കാൻ അല്പം സ്ഥലം നീ കൊടുക്കണം. അയ്യോ, പണമൊന്നും എനിക്ക് വേണ്ട.
പക്ഷേ ഇവരെ പറഞ്ഞു വിടാനും എനിക്ക് മനസ്സ് വരുന്നില്ല. എന്തായാലും മുതലാളി ഇപ്പോൾ ഇവിടെ ഇല്ല. ആ പശുത്തൊട്ടിക്കടുത്ത് ഞാൻ കിടക്കുന്ന ഒരു ചായ്പുണ്ട്. ആ സ്ഥലവും ഞാൻ നിങ്ങൾക്കായി തരാം. ലായിത്തൻ്റെ അടുത്തായതിനാൽ മുതലാളി അങ്ങോട്ട് വരില്ല. ശബ്ദമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ ഞാൻ നിങ്ങളെ അനുവദിക്കാം. ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാം. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നോക്കിക്കോളാം. ആ എന്നാ വേഗം വാ. ഹൈമേ, മുതലാളിയോ? മുതലാളി ഇത്ര വേഗം മടങ്ങി വന്നു? മകൻ എങ്ങനെയുണ്ട് മുതലാളി? ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പേ ഭാര്യ മകൻ ഒരു വൈദ്യനെ കാണിച്ചു, മരുന്നും നൽകി. രോഗം അല്പം ശമിച്ചിട്ടുണ്ട്. നീ ഇവിടെ തനിയെ ആയതിനാൽ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. ഇവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? എവിടെ നാടാ ഈ കുഞ്ഞിന്റെ കരച്ചില്? അത് വീട്ടിലെ ഇതുവഴി ഏതോ ഒരു അമ്മയും കുഞ്ഞും നടന്നു പോകുന്ന കണ്ടു. ആ കുഞ്ഞിന്റെ കരച്ചിലാകും അത്. അല്ലടാ, ഇത് നമ്മുടെ പശുത്തൊട്ടിൽ നിന്നല്ലേ ആ കരച്ചിൽ കേൾക്കുന്നത്? ഇതൊക്കെ ആരാ? എന്തുവാടാ ഇതൊക്കെ? ആരൊക്കെ ഇതിലൂടെ കയറി ഇറങ്ങി പോകുന്നത്? പിടിച്ചിറക്കി വിടറവന്മാരെ. അച്ചറ വ്യാപാരിയുടെ മുതലും പണവുമെല്ലാം ഇതിനകത്തല്ലേ ഇരിക്കുന്നത്. ഞാനില്ലാത്തപ്പോൾ നീ ആർക്കെങ്കിലും ഈ വഴിയമ്പലം പാട്ടത്തിന് നൽകിയോ? ഞാൻ പറഞ്ഞതിപ്പോൾ സത്യമായില്ലേ? ആ പശുത്തൊട്ടിയിൽ പിറന്ന ശിശുവിന് എന്താ മുഖശോഭ! ശരിക്കും ഒരു രാജകുമാരൻ തന്നെ. സ്വർഗീയ മാലാകമാർ ആ കുഞ്ഞിന് ചുറ്റും കാവൽ നിൽക്കുന്നു. രാജകുമാരനോ? പശുത്തൊട്ടിയിലോ? ആ കുഞ്ഞിനെ കണ്ടപ്പോൾ മുതൽ എന്റെ മനസ്സിൽ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ശാന്തിയും സമാധാനവും എനിക്ക് അനുഭവിക്കാൻ പറ്റി. എന്റെ മന്ത്രവാദം ഞാനിവിടെ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു. ഈ മന്ത്രവാദം എന്റെ ഒരു ജീവിതമാർഗമായിരുന്നു. ആളുകളെ പറഞ്ഞു പറ്റിച്ച് ഇത്രയും നാൾ ഞാൻ ഉപജീവനം കഴിച്ചു. ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷവും സമാധാനവും ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു. എന്റെ മന്ത്രവാദ പുസ്തകം ഇതാ ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നു. എന്തുവാടാ ഇത്? എല്ലാവർക്കും വട്ടായോ? എടാ ഹായിമേ, നീ വേഗം പോയി ആ അമ്മയും കുഞ്ഞിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. ഇവറ്റകളെല്ലാം പുറത്താക്ക. ആരൊക്കെയാണ് ഇവർ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഹൈമേ, നിന്റെ ഇവിടുത്തെ സേവനവും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. നിനക്ക് ഇവരോടൊപ്പം പുറത്തു പോകാം. മുതലാളി, ഇത്രയും നാൾ ഞാൻ അങ്ങയുടെ വിശിഷ്ടോടെ സേവിച്ചില്ലേ? ദേവി ചെയ്തെന്നെ പുറത്താക്കല്ലേ? ഇനിയും നിനക്കൊരു അവസരം കൂടി നൽകി പരീക്ഷിക്കാൻ എനിക്ക് സമയമില്ല. വേഗം എല്ലാവരും വെളിയിൽ പോകും. ഇവിടെ ജനിച്ച ശിശു എവിടെ? ഞങ്ങൾക്ക് വഴികാട്ടിയായി മാനത്ത് സഞ്ചരിച്ച നക്ഷത്രം ഈ വഴിയമ്പലത്തിന്റെ മുകളിലാണ് വന്നു നിന്നത്. വേഗം ആ ശിശുവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരൂ. ഞങ്ങൾ കണ്ടു വണങ്ങി പൊന്നു മൂരെ കുന്തിരിക്കം എന്നിവ കാഴ്ചവെച്ച് മടങ്ങട്ടെ. അവർ ഇവിടുന്ന് പോയല്ലോ. വേഗം നടന്നാൽ അവരെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടാം നിങ്ങൾക്ക്. എങ്കിൽ ഞങ്ങൾ വേഗം പോയി ആ രാജകുമാരനെ കണ്ടു വണങ്ങട്ടെ. രാജകുമാരനോ?
പൊന്ന്, മൂര്, കുന്തിരിക്കം ഇവയെല്ലാം രാജാക്കന്മാർക്കല്ലേ കാഴ്ചവെക്കൂ? അപ്പോൾ ശരിക്കും ആ പൈതൽ ഒരു രാജകുമാരായിരുന്നു. അയ്യോ, എനിക്ക് തെറ്റുപറ്റിയോ? ഹായിമേ, എടാ ഹായിമേ, എടാ ഹായിമേ! എന്താ മുതലാളി? നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതല്ലേ, നീ എന്തീ പോകാഞ്ഞത്? ഞാൻ എവിടെ പോകാനാ മുതലാളി? മുതലാളി എന്നെ തിരിച്ചു വിളിക്കുന്നതും കാത്ത് ആ വഴിവക്കിൽ നിൽക്കുകയായിരുന്നു ഞാൻ. ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദിവ്യമായ അനുഭൂതി ഇന്നലെ രാത്രിയിൽ ഞാൻ അനുഭവിച്ചു. ഇന്നലെ സമാധാനമായി ഞാൻ ഉറങ്ങി. ഉറക്കത്തിൽ സ്വർഗീയ സൈന്യം ഈ വഴിയമ്പലത്തിന് ചുറ്റും കാവൽ നിൽക്കുന്നതായും എൻ്റെ ആളുകൾക്കും സാധനങ്ങൾക്കും പരിപൂർണ സംരക്ഷണം തീർക്കുന്നതായും ഞാൻ സ്വപ്നത്തിൽ കണ്ടു. വാസ്തവമായി ഇവിടെ എന്തോ അത്ഭുതം നടന്നിട്ടുണ്ട്. ഇതാ ഞങ്ങൾ താമസിച്ചതിൻ്റെ വാടകപ്പണം. എല്ലാറ്റിനും നന്ദി. ഞങ്ങൾ ഇനിയും വരും. എൻ്റെ നാട്ടിലുള്ള എല്ലാവരോടും ഈ വഴിയമ്പലത്തെ പറ്റിയും ഇവിടെ ഞങ്ങൾ അനുഭവിച്ച സമാധാനത്തെ പറ്റിയും പറയും നിശ്ചയം. വരൂ, നമുക്ക് പോകാം. എന്തൊരു സ്വർഗീയ സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു ഇന്നലെ രാത്രി ഇവിടെ. മലാഖമാരുടെ മധുരമായ ഗാനം എന്നെ ഏറെ ആനന്ദത്തിലാക്കി. ഇവിടെ ശരിക്കും ഞാനൊരു ദൈവിക സാന്നിധ്യം അനുഭവിച്ചു. എന്തൊരു മാറ്റമാണിവിടെ സംഭവിച്ചത്! അത്യത്ഭുതം തന്നെ. വർഷത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു ഞാനിവിടെ വന്നിരുന്നത്. പക്ഷേ ഞാൻ ഇന്നലെ അനുഭവിച്ച ശാന്തി സമാധാനവും അനുഭവിക്കാൻ ഞാൻ ഇനിയും വരും. ആ മുറി തന്നെ എനിക്ക് തരണം. ഇതാ ഞാൻ താമസിച്ചതിൻ്റെ വാടകപ്പണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ശാലോം, ശാലോം, ശാലോം. എടാ ഹായിമേ, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ശരിക്കും നമ്മുടെ വഴിയമ്പലം ഒരു കൊട്ടാരമായി തീർന്നല്ലോ. വാസ്തവമായി ഇവിടെ ജനിച്ച ആ പൈതൽ ഒരു രാജകുമാരൻ തന്നെയായിരുന്നു. ഹായിമേ, വാ, നമുക്ക് ആ രാജകുമാരനെ തേടി പോകാം. അവരെ കണ്ടുപിടിച്ച് നമുക്ക് ഈ വഴിയമ്പലത്തിൽ താമസിപ്പിക്കാം. അപ്പോൾ അവരെല്ലാം അനുഭവിച്ച ശാന്തിയും സന്തോഷവും സമാധാനവും നമുക്കും അനുഭവിക്കാമല്ലോ. എന്നാൽ പെട്ടെന്ന് വാ മുതലാളി. അവർ അധികം ദൂരം പോയിട്ടുണ്ടാവില്ല. നമുക്ക് കണ്ടുപിടിക്കാം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? 2000-ലേറെ വർഷങ്ങളായി ഓരോ ജീവിതത്തിനു മുമ്പിലും ഉയരുന്ന ചോദ്യവും ഇതുതന്നെയാണ്. ഹൃദയം തുറന്ന് അഭിലഷിക്കുന്നവന് നിശ്ചയമായും അവൻ ഇമ്മാനുവേലാണ്. ആടുകളെ കാത്തു പുൽമേടുകളിൽ പാർത്തിരുന്ന അജപാലകർ സംഘടിത മതത്തിന്റെ കളങ്ങളൊന്നും അറിയാത്തവരായിരുന്നു. എന്നാൽ സ്വർഗീയ സന്ദേശം മുഖവിലക്കെടുത്ത് അവർ യാത്രയായി. ആ ഗോശാലയിൽ പിറന്ന രാജകുമാരനെ ദർശിക്കുവാൻ ഹൃദയം തുറന്ന് അഭിലഷിച്ചാൽ നിശ്ചയമായും ആ ദിവ്യദർശനം നമുക്കും സാധ്യമാണ്. ബോവാസിനെയും ഹായിമിനെയും മന്ത്രവാദിനെയും പോലെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ അറിയാതെ ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി ഓടിത്തളരുന്നവരാണോ നാമും? ശാന്തിയും സമാധാനവും തേടുന്ന മനുഷ്യഹൃദയങ്ങളിൽ പ്രത്യാശ നിറയ്ക്കുന്ന മഹോത്സവമാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് നാളുകളിൽ ആ ദിവ്യദർശനം നമുക്കും സാധ്യമാകട്ടെ എന്നും ആ കുരുന്നു പൈതൽ തകർന്ന മനസ്സുകളിൽ വന്ന് പിറവിയെടുക്കട്ടെ എന്നും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കണ്ണൂർ ഇമ്മാനുവൽ മാർത്തോമ ഇടവക ഏവർക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ക്രിസ്മസ് കാലം ആശംസിക്കുന്നു. ദൈവം തന്റെ ദിവ്യ സമാധാനത്താൽ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.